നമുക്ക് ഇവിടെ അടുത്ത കാണും വീട് വെച്ചൊക്കെ താമസിച്ചാലോ? അതായാലും ഓക്കെയാ അല്ലേ? റാന്നിയിൽ വരുന്ന ആൾക്കാരാ. അവിടെ ആണെങ്കിൽ ചെറിയ കാട്ടുപന്നിയുടെ ഒക്കെ പ്രശ്നമുണ്ട്. ഇവിടെ ആണെങ്കിൽ അതൊന്നുമില്ല. മാത്രമല്ല അതാ സാമ്പ്രാണിക്കൊടിയും അതിന് വഴക്ക് കൂടുന്നു രണ്ടുപേര്. അപ്പൊ ഇവര് തൽക്കാലം രാഷ്ട്രീയം പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവർക്ക് നല്ല പൈനാപ്പിൾ കൊടുത്തത്. എന്താണ് ബോട്ട് ഓടുന്ന ആൾക്കാർ. അതെ അതെ അതെ. അപ്പൊ ചേട്ടാ നമ്മൾ ഈ സാധനത്തെ ഈ സാമ്പ്രാണിക്കൊടിയെ ലോകത്ത് അറിയിക്കുക. നിങ്ങളിങ്ങനെ വഴക്കൂടാതി. അപ്പം നമ്മൾ സാമ്പ്രാണിക്കൊടി 2 കാര്യം സാധിച്ചു. സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന കായലിൻ്റെ നടുക്ക് വന്നിട്ട് നമ്മൾ ഗോലി സോഡ കുടിച്ചു, നമ്മൾ നല്ല പൈനാപ്പിൾ വാങ്ങിച്ചു, ഒപ്പം രാഷ്ട്രീയ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു. നല്ല ചൂടോടുകൂടിയാ, എല്ലാം ചൂടാണ് കേട്ടോ കൊല്ലക്കാർക്ക്. അതിന്റെ സാധ്യത പഠനം വരെ നടത്തിയ ബോട്ടുകാരുടെ അധ്വാനമാണ് ഈ കാണിക്കുന്നത്. ഇവിടുത്തെ വികസനം 1 രൂപ മുടക്കിയിട്ടില്ല അവര്. അല്ല വരും സാവധാനം വരും, എല്ലാമേ വരുമേ. അപ്പോ നമ്മുടെ ഒരു പാട്ട് നമ്മളെ ഈ സാമ്പ്രാണിക്കൊടിയെ കുറിച്ച് കേട്ടറിഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊപ്പം ഒരു ഗായികയുണ്ട്. അപ്പോൾ റാന്നിയിൽ നിന്ന് വന്ന നിങ്ങൾക്ക് എവിടുന്നാ വന്നേ? നമുക്ക് അവരുടെ കൂടെ അഭിപ്രായം ചോദിച്ചു. എല്ലാവരും റാന്നിക്കാരാണോ? അപ്പോൾ റാന്നിക്കാരെല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കുന്നത് അതെന്താ കുരിപ്പുഴ പാലത്തിന് എന്തോ ഒരു കാര്യമുണ്ട്. നാളെ വരും എന്ന് പറയുന്നതല്ലാതെ കുരിപ്പുഴ പാലം വരുന്നതോടെ ഇത് വീണ്ടും വികസനം കൂടും, ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതൽ വരും. മോളുടെ പേരെന്താ? ആത്മിക. മോളുടെ പേരോ? അവന്തിക. വിടുന്നു. അവന്തിക ആത്മീയ. എവിടുന്ന്? റാന്നിന്നാണോ വരുന്നത്? മോളാണോ പാട്ട് പാടുന്ന ആള്? ഡാൻസ് കളിക്കും, എഴുതും, വരയ്ക്കും, പഠിക്കും. ഓക്കെ. അപ്പോൾ അതാണ് മോള്. അപ്പോൾ റാന്നിയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഗായിക എവിടെ പോയി? ഗായിക ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഗായിക ഇങ്ങോട്ട് വന്നാട്ടെ, ചേർന്ന് വരും. ഞങ്ങൾ ഇങ്ങനൊരു കാഴ്ച ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഒരു കായലിൻ്റെ നടുക്ക് വരിക, അവിടെ മനുഷ്യരുമായിട്ട് സംസാരിക്കുക, അവിടെ രാഷ്ട്രീയം പറയുക, ഇടയ്ക്ക് ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ തർക്കം ഉണ്ടാവുക, നല്ല രുചിയുള്ള പൈനാപ്പിള്, മുളകിട്ട പൈനാപ്പിള്, ഗോലി സോഡ. അഷ്ടമുടിക്കായലിൻ്റെ നടുക്കുള്ള മനോഹരമായൊരു തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ നിന്ന് വരുന്നൊരു പാട്ട് ഏതാ? കൺമണി അൻപോട്. ഗ്രേറ്റ്. അല്ലതോ ഇങ്ങോട്ട് വന്നാട്ടെ. പാടിക്കോ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. സിനിമ ഉണ്ടായിരുന്നോ? മഞ്ഞുമേൽ ബോയ്സ് കണ്ടായിരുന്നോ? കേട്ടോ. കായമെങ്കും തന്നാലെ ആറിപ്പോന മായമെന്ന് പൊന്മാനെ പൊന്മാനെ എന്തൻ കായமான போதும் என் மேனி தாங்கிக் கொள்ள உந்தன் மேனி தாங்காது செந்தேனே எந்தன் சோகம் உன்னவென்று சொல்லாமல் ஏங்க அழகி வந்தது எந்தன் சோகம் உன்னை தாக்கும் என்றென்று போத வந்து அழகி நின்றது மனிதருணர்ந்து கொள்ள இது மனித காதல் அல்ல அதுவும் தாண்டி புனிதமானது. അപ്പോൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്നാണ് ഇന്നത്തെ ഈ പ്രഭാത വാർത്തായാത്ര നമ്മൾ ആരംഭിച്ചത്. ഒട്ടേറെ വാർത്തകൾ കേട്ടു, കരുവന്നൂരുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം അവസാനിക്കാൻ തോന്നുന്നില്ല. ഈ യാത്ര ഇങ്ങനെ തുടരണം. ജീവിതത്തെ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നത് ഇത്തരം യാത്രകളാണ്. നമ്മളിങ്ങനെ അടച്ചിട്ടിരിക്കുന്ന മുറികളല്ല, തുറന്നിട്ടിരിക്കുന്ന ആകാശത്തിലേക്ക് വരുന്നു. ഇവിടെ വരുമ്പോൾ എന്ത് രസമല്ലേ? ഇവിടെ മേൽക്കൂരകളില്ല എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. മുകളിൽ നോക്കിയാൽ നല്ല ആകാശം, താഴെ നോക്കിയാൽ വെള്ളം, അതിനിടയിൽ ഉപ്പിലിട്ടതുമൊക്കെ കഴിച്ച് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നടന്ന് നീങ്ങുക എന്നുള്ളതാണ് മനോഹരമായ സ്ഥലം അല്ലേ മോളെ? ഇനി ഒരിക്കൽ കൂടി വരണ്ടേ ഇവിടെ? അപ്പോൾ ഇവിടെ ഇരുന്നാലും സമയം പോകുന്നത് നമ്മളറിയില്ല. ഒപ്പം റിപ്പോർട്ടർ TV കണ്ടുകൊണ്ടിരുന്നാലും സമയം പോവില്ല എന്നെനിക്കറിയാം. അപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കൂ. ഇന്നത്തെ ഈ വാർത്താ പ്രഭാതയാത്ര താൽക്കാലികമായി നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഐ ലവ് സാമ്പ്രാണിക്കൊടി. നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? ഐ ലവ് സാമ്പ്രാണിക്കൊടി. ചേച്ചി ദീപ ഒരുമിച്ച് നമുക്ക് പറയാം. ഐ ലവ്. അപ്പോൾ വീണ്ടും നമ്മൾ കാണും നാളെ രാവിലെ 6:55 കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ്. നാളെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നായിരിക്കും നമ്മൾ എത്തുക. വളരെ പ്രധാനപ്പെട്ട ചില കാഴ്ചകളും വിശേഷങ്ങളും നാളെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്.